ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 2013-2014 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുഗുമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ പാതകളും അതിവേഗം സഞ്ചാരയോഗ്യമാക്കുന്നതിനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏകോപിപ്പിച്ച് പുതിയ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നു. സംസ്ഥാനം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് ചെറുകിട ഊർജ്ജ സ്രോതസ്സുകൾക്ക് രൂപം നൽകും. അംഗൻവാടിക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും മൃഗാശുപത്രി, സാംസ്കാരിക നിലയം എന്നിവയ്ക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി രാജീവ് ഗാന്ധി സേവാ കേന്ദ്രം നിർമ്മിക്കുന്നതിനും ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബാൻഡ് മേളം, നീന്തൽ എന്നിവയിലും കലാകായിക രംഗത്തും പരിശീലനം നൽകും. ഏനാദിമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുരോഗതിക്കായി പണം ചെലവഴിക്കും. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരായ 20ഓളം വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് തൊഴിലിനും അനുബന്ധ മേഖലകളിലെ പുരോഗതിക്കുമായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ളത്. 19,24,27,000 രൂപ വരവും 17,89,70,000 രൂപ ചെലവും 1,34,57,000 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ 2012-13 വർഷത്തില് നമ്മളിവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റുകൾ പരിശോധിക്കുകയും നമ്മളിവിടെ നടപ്പിലാക്കിയ പദ്ധതികൾ പരിശോധിക്കുകയും വളരെയധികം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ അധ്യക്ഷനായി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഗ്രാമപഞ്ചായത്ത് ഭരണപ്രതിപക്ഷ അംഗങ്ങളും ചർച്ചയിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.